ഡാൻസ് വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ആർട്ടിസ്റ്റ് ഹാറൂൺ അൽ ഉസ്മാൻ സാറാണ്. കാപ്പാടുകാരനായ അദ്ദേഹം ചിത്രകാരനും ശില്പിയുമാണ്. തിരുവങ്ങൂർ ഹൈസ്കൂൾ ആർട്സ് അധ്യാപകനാണ്. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ടാബ്ലോ തുടർച്ചയായ 4 വർഷം നമ്മളുടെ സ്കൂൾ കലോത്സവങ്ങളിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം സർ, ഡാൻസ് വ്യൂസിലേക്ക് സ്വാഗതം. ചിത്രകലാ രംഗത്ത് സർ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ചിത്രകലാ രംഗത്ത് എനിക്ക് പറയത്തക്ക എന്താ പറയുക പാരമ്പര്യമൊന്നുമില്ല. ഞങ്ങളൊരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫാദർ ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നു എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഫാദറിന് 5-ാം വയസ്സിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല വരച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ UP സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ചിത്രങ്ങൾ വരയ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെ 5-ാം ക്ലാസ്സിലത്തെ ഒരു സമ്മാനം കിട്ടുകയാണ്. അപ്പോഴാണ് ഞാൻ ആ ചിത്രകലയിലേക്ക് എന്താ പറയുക കൂടുതൽ ശ്രദ്ധ തിരിയുന്നത്. പിന്നെ 7-ാം ക്ലാസ് വരെ സമ്മാനങ്ങൾ കിട്ടിയിരുന്നു. പിന്നീട് ഹൈസ്കൂളിലേക്ക്, കാപ്പാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, UP ഹൈസ്കൂളിലേക്ക് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചേരുകയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ ചേർന്നപ്പോൾ എന്താ വെച്ചാൽ അതൊരു മഹാസാഗരമാണ്. മറ്റേത് വിരലിൽ എണ്ണാവുന്ന കുട്ടികളുള്ള ഒരു സ്കൂളാണ് ആദ്യം പഠിച്ചിരുന്നത്. മറ്റേത് വലിയൊരു സ്കൂളിലേക്ക് എത്തിയപ്പോൾ ആ ചിത്രകലാ മേഖലയിൽ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പകച്ചു നിൽക്കലായിരുന്നു. ഞാൻ ആ രംഗത്ത് അവിടെ ഒരിക്കലും മത്സരിച്ചിട്ടില്ല തിരുവങ്ങൂർ ഹൈസ്കൂൾ. അങ്ങനെ ഞാൻ 9-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ, 9-ാം ക്ലാസ് തീരാറായിട്ടുണ്ട് തോന്നുന്നത്, 9-ാം ക്ലാസ്സിലെത്തിയപ്പോൾ എന്നെ ഡ്രോയിങ്ങിൻ്റെ സാറ് കണ്ടെത്തുകയാണ്. അതെങ്ങനെയാ വെച്ചാൽ കയ്യെഴുത്ത് മാസികകളുണ്ടായിരുന്നു അന്നൊക്കെ. കയ്യെഴുത്ത് മാസികകൾ ക്ലാസ്സുകളുണ്ടായിരുന്നു, അങ്ങനെ പല ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചേലി എന്ന് വരുന്നൊരു ശങ്കരൻ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടി, അവരുടെ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അതിൽ ഇല്ലുസ്ട്രേഷൻ, കഥകൾക്കനുസരിച്ച് ചിത്രം വരച്ചു കൊടുക്കുന്ന ചെറിയ പരിപാടി, ഞാനത് ആരും അറിയാതെ സ്വകാര്യമായി ചെയ്യുന്നൊരു പ്രവൃത്തിയായിരുന്നു. അതാരും അറിയില്ല. അപ്പോൾ ആ പുസ്തകം വായിക്കുന്നവർ കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ അത് ഡ്രോയിങ് മാഷ ക്ലാസ്സിൽ ഞാനത് മാഷ ക്ലാസ്സിൽ നിന്ന് തന്നെ വരയ്ക്കുമ്പോൾ കണ്ടുപിടിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ ചിത്രം വരയ്ക്കുന്നുള്ളത് മാഷ് കണ്ടെത്തുന്നത്. അപ്പോൾ അന്ന് മാഷ് എന്നോട് ഒരു ചിത്രം അതിൻ്റെ പിറ്റേ ദിവസം വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. സ്കൂളിൽ മത്സരം നടക്കുകയായിരുന്നുള്ളത് ഞാനറിയില്ല. അപ്പോൾ എന്നോടൊരു സൂര്യാസ്തമയ ചിത്രം വരച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് പേടിച്ചിട്ടാണ് വരയ്ക്കാറുണ്ടെങ്കിലും അങ്ങനെ എന്താ പറയുക ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആ വലിപ്പത്തിപ്പം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ അന്ന് സ്കൂൾ വിട്ട് നേരെ കാപ്പാട് കടപ്പുറത്തേക്ക് പോയി സൂര്യാസ്തമയം കാണുക എന്നുള്ള. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഒരാൾ വല നെയ്യുന്നുണ്ട് ഒരു തോണീൻ്റെ താഴെ ഇരുന്നിട്ട്. അപ്പം ഞാൻ ആ ചിത്രം തന്നെ, എനിക്കെന്തോ അത് ഡാർക്ക് ഷെയ്ഡിൽ അയാളും ആ തോണിയും, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പിങ്കും ഓറഞ്ചും കലർന്ന ആ സൂര്യൻ അസ്തമിക്കുന്ന വല പൊട്ടിയ ഇടയിൽ കൂടെ സൂര്യനെ കാണുന്നൊരു ചിത്രം വരച്ചു. അങ്ങനെ വരച്ചു. പക്ഷേ എനിക്ക് പിറ്റേന്ന് സ്കൂളിൽ കൊണ്ടുകൊടുക്കാൻ ഭയങ്കര ഭയം. ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ അവിടെ മത്സരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ. പക്ഷെ ആ ചിത്രങ്ങളിലൊന്നും ഞാൻ വരച്ച ചിത്രം പോലെ ചിത്രം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊടുത്തില്ലല്ലോ. പിന്നീട് അടുത്ത ആഴ്ചയാണ് മാഷ് ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ മാഷ് കുട്ടികൾ പറഞ്ഞതാണ്, ഞാൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ കുട്ടികൾ മാഷെ കാണിച്ചു കൊടുത്തതിൻ്റെ ചിത്രം വാങ്ങിച്ചിട്ട് മാഷെ എന്നെ ഒരുപാട് ശകാരിച്ചു.
എന്നോട് മാഷ പറഞ്ഞത് നീ ചിത്രം എന്താ പറയുക വരക്കാൻ യോഗ്യനാണ്, പഠിക്കണം എന്നുള്ളത്, തുടരണമെന്ന് മാഷാണ് എന്നോട് ഒരു ഉപദേശം തരുന്നത്. പിന്നീട് മാഷ അങ്ങ് PSC കിട്ടിപ്പോയി. പിന്നെ അടുത്ത 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് പിന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അതങ്ങനെ നിന്നു, അതവിടെ കിടന്നു. പിന്നീട് ഞാൻ അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു. കോയിൽക്കാവ് വെച്ചിട്ട് തപസ്യ നടത്തിയൊരു ക്യാമ്പിൽ. അന്നാണ് അത് സീരിയസ് ആയിട്ട് ചിത്രകലയെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒരുപാട് കഴിവുണ്ടായിട്ടില്ല. അന്നാണ് പിന്നെ നമ്പൂരി, ആർട്ടിസ്റ്റ് നമ്പൂരി, പിന്നെ നീലകണ്ഠൻ സാറ്, നമ്മുടെ കവി കുഞ്ഞുണ്ണി മാഷ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് AS, അങ്ങനെ ഒരുപാട് ആളുകൾ ക്ലാസ് എടുക്കാൻ വരികയും സീരിയസ് ആയിട്ട് ക്ലാസ്സുകളെ കുറിച്ച്, ആർട്ടിനെ കുറിച്ച്, ശരിക്കും ആ സമയത്താണ് വേൾഡ് ഫേമസ് ചിത്രങ്ങളൊക്കെ അവിടെ കാണുന്നത്. സ്ലൈഡ് ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അത് നല്ല ക്യാമ്പായിരുന്നു. 2 ദിവസം ദ്വിദിന ക്യാമ്പ് താമസിച്ചിട്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഞാൻ സീരിയസ് ആയിട്ട് ചിത്രകലയെ കുറിച്ച് എനിക്ക് ചിത്രകാരനാവണമെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ എന്നെ പോലെ തന്നെ ഒരു പാർട്ടിസിപ്പൻറ്റ്, അവന് ഫൈനാൻസിൽ പഠിക്കുകയായിരുന്നു. അയാളാണ് എന്നെ ഇങ്ങനെ കോഴ്സ് ഉണ്ടെന്നും നീ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ അതിന് പോയി ചേർന്നോ എന്നൊക്കെ ഉപദേശിച്ചതും അതിൻ്റെ ആ സമയത്ത് തന്നെ അറിയിച്ചത്. അങ്ങനെയാണ് ഞാൻ ആർട്ട് പഠിക്കാൻ ഫീൽഡിലേക്ക് എത്തിച്ചേരുന്നത്. ചിത്രമല്ലാതെ മറ്റേതെങ്കിലും മേഖലകളിൽ നടത്തിയ വേറിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാമോ? ചിത്ര അല്ലാതെ മറ്റു മേഖല എന്ന് പറയുമ്പോൾ ഞാൻ എത്തിപ്പെട്ട സ്കൂൾ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്താ പറയുക, കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലേക്കാണ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എത്തിയ ഉടനെ തന്നെ അവിടെ എല്ലാ സബ്ജക്റ്റിലേക്ക് വേണ്ടി എല്ലാ കലാപരിപാടികളും പരിശീലിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ ആ കാലത്ത് അവിടെ കുറച്ചുകൂടി പിന്നോക്കം ഉണ്ടായിരുന്നത് ടാബ്ലോ ആയിരുന്നു. ടാബ്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് കൂടിയായിരുന്നു. പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങളെ കാണിക്കേണ്ട ഒന്നാണെങ്കിലും അത് വളരെ ഇഷ്ടമായിരുന്നു. അത് ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്തുകൊണ്ട്, ഹർഷൻ എന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അവിടെ പ്രയോഗിക്കാൻ നല്ലൊരു അവസരം കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂൾ നാടകത്തിന് അറിയപ്പെടുന്ന പോലെ അന്ന് ടാബ്ലോയിലൂടെ സ്കൂൾ അറിയപ്പെടാൻ സാധ്യമായി. അതിന് ഒരുപാട് എൻ്റെ അധ്യാപകർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് നമ്മുടെ ടാബ്ലോന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് സബ്ജക്റ്റ് കിട്ടുക, അതിൻ്റെ ത്രെഡ് കിട്ടുക, ഒരു രസകരമായൊരു കാലത്ത് ഒരുപാട് അതിൽ പങ്കെടുത്ത കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും സൗഹൃദം പുലർത്തുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ സർക്കാർ അത് ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ അത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ അതിപ്രസരമാണ്. കുട്ടികൾക്കും ഒന്നും ചെയ്യാനില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്കൂളിലെ കലാധ്യാപകനും കുട്ടികളും ആയിട്ട് മത്സരത്തിനുണ്ടായിരുന്നു. ബാക്കി എല്ലാ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളും വന്നിട്ട് സിനിമാ മേഖലയിലും ഒക്കെ ഉള്ള ആളുകൾ വന്ന് അതിനൊരു എന്താ പറയുക, അതൊരു രസകരമായ, എനിക്കിപ്പോഴും അത് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. അത് അതിന് വേറൊരു തലത്തിൽ ഇപ്പോഴും പ്രയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറൊരു തലത്തിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ അതിനൊരു മാനുവലിൽ മാറ്റം വരുത്തിയിട്ട് അത് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. കാരണം അത് കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് നല്ലൊരു സാധനം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിയേറ്റീവ് വർക്ക് തന്നെയാണ്. അപ്പം അതങ്ങനെ നിന്നുപോയി. അതിൽ പങ്കെടുത്ത് ഒരുപാട് ഇപ്പോൾ അറിയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ മനു അശോകൻ. കൊറോണ എന്നൊരു വൈറസ് ലോകത്തെ ആകെ ഒരു അസന്നിഗ്ധാവസ്ഥയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ്
നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ടാബ്ലോയിൽ പങ്കെടുത്ത ആള് ഇപ്പോൾ പാട്ടുകാരനായ ആസിഫ്. വേറെ മേഖല എന്ന് പറഞ്ഞാൽ നാടകത്തിലാണ്. ഇപ്പോൾ ഞാൻ ശിവദാസ് പൊയിൽക്കാവിൻ്റെ നാടകങ്ങൾക്ക് നിതീഷ് ഉണ്ട്, എൻ്റെ ശിഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സെറ്റും പ്രോപ്പർട്ടീസും ഒക്കെ ഒരുക്കുന്നത്. അപ്പോൾ അത് കുറേ വർഷങ്ങളായി സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിക്കുന്നു. ഞങ്ങൾക്കത് വലിയൊരു അഭിമാനമായി തോന്നുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ടാബ്ലോ നിന്നപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഇങ്ങനൊരു അവസരം കൈവന്നു. അതിന് ശിവദാസനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നല്ലാണ്ട് നമ്മളിപ്പോൾ സ്കൂൾ മേഖലകളിലാണല്ലോ കൂടുതൽ പ്രവർത്തിച്ചത്. അതല്ലാത്തൊരു അവസരം കിട്ടുന്നത് അതും ശിവദാസനിലൂടെ തന്നെയാണ്. മഹാസാഗരം എന്ന് പറഞ്ഞൊരു MT വാസുദേവൻ നായരുടെ കഥകളെ കോർത്തിണക്കിക്കൊണ്ട് പ്രശാന്ത് നാരായണൻ ഒരു നാടകം ചെയ്തിരുന്നു, മഹാസാഗരം. അപ്പം അതിൻ്റെ സെറ്റും പ്രോപ്പർട്ടീസൊക്കെ ചെയ്യാൻ എനിക്കും നിതീഷും തന്നെ അവസരം കിട്ടി. അതൊരു വലിയ ഭാഗ്യമായി കാണാൻ. അതൊരു വലിയ പ്രോജക്റ്റ്, നല്ല രസകരമായ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് കാണാൻ. സാറിൻ്റെ ജീവിതത്തിൽ സാറിനെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? എന്നെ സ്വാധീനിച്ച വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഏറ്റവും ആദ്യം എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ്റെ ഫാദറാണ്, അച്ഛൻ. എനിക്ക് 5 വയസ്സ് വരെ അദ്ദേഹത്തെ കിട്ടിയിട്ടുള്ളൂ. 5-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ട ഒരുപാട് നന്മകൾ അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, വൈദ്യരായിരുന്നു, അദ്ദേഹം ചെയ്ത സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ആ ഒരു കാര്യം എന്നെ വല്ലാതെ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഒരുപാട് പേര്, ഞാൻ 10ാമത്തെ ആളാണ്, എൻ്റെ ഫാമിലിയിലെ 10ാമത്തെ മെമ്പറാണ്. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ആളുകൾ 9 പേരും എന്നെ സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് അവരൊക്കെ സഹോദരങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത്. അപ്പോൾ അവിടെ എത്തി ഞാൻ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ട് അത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനന്നൊരു താടിയുള്ള ആളെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നീടാണത് മനസ്സിലായത് അത് രാഘവ മാഷാണ്, നമ്മുടെ കലാലയത്തിലെ പിന്നെ UK രാഘവൻ എന്ന് പറയുന്ന മാഷ്. എന്നോട് ഞാൻ ചെറിയ അന്ന് പ്രീ-ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എന്നോട് ചേർത്തെടുത്ത് പറഞ്ഞു, നീക്ക് വരയ്ക്കാൻ കഴിവുണ്ടല്ലോ, നീ വരയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. മാഷ് ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള നമ്മളെന്താ പറയുക, ചില വാക്കുകൾ ചില ആൾക്കാർ അത് മനസ്സിൽ തട്ടുമല്ലോ. അങ്ങനെ ഞാനത് ആ ഒരു വലിയൊരു മനുഷ്യൻ പറയല്ലേ, അദ്ദേഹം വലിയ ചിത്രകാരനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന്. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു സ്വാധീനം മാഷയുടെ വാക്കുകൾ. പിന്നെ മാഷ പിന്നെ പലപ്പോഴും മാഷ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ആത്മസുഹൃത്തായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയി, ഹർഷൻ, KG ഹർഷൻ എന്ന് പറയുന്നത് വലിയ ആർട്ടിസ്റ്റാണ്. പഠിക്കുന്നത് അദ്ദേഹം ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ പിന്നെ ഫൈൻ ആർട്സ് പഠിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി താമസിച്ച് പഠിച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിലെത്താൻ കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഫാദർ നേരത്തെ മരിച്ചു, അമ്മയും മരിച്ചു. ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയി. ഏട്ടനും പെങ്ങളൊക്കെ ഉണ്ട്. പെങ്ങൾ ദൂരെയാണ്, ഏട്ടൻ വേറെ ദൂര സ്ഥലത്ത് ജോലി കിട്ടിപ്പോന്നു. അപ്പോൾ അവന് ഒറ്റപ്പെടുകയാണ്. അപ്പോൾ അമ്മ മരിച്ചൊരു പ്രയാസത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഞാനും വേറൊരു ശശി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, ഞങ്ങളൊന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു ഹർഷൻ്റെ കൂടെ. അത് വീട്ടിൽ നിന്നൊക്കെ പെർമിഷൻ കിട്ടാൻ പ്രയാസമായിരുന്നു. പക്ഷെ ഹർഷനായിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര നല്ല മനുഷ്യനാണ്. അത് ഞാൻ വീട്ടിൽ ഹർഷനെ കൂട്ടി കൊണ്ടുപോവുകയും അങ്ങനെയാണ് ഞാൻ ഉമ്മയായിട്ട് ഹർഷൻ സംസാരിച്ചപ്പോൾ തന്നെ ഹർഷൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉമ്മ സമ്മതിച്ചു. അത്രയും നല്ലൊരു പെർഫെക്റ്റ് മനുഷ്യനാണ്.
അങ്ങനെ ഞാൻ അവിടെ ഒരുപാട് കാലം താമസിക്കുക. അവനിൽ നിന്നാണ് ഞാൻ ടാബ്ലോ അതുപോലെ അപ്പോൾ അവനൊക്കെയാണ് പിന്നെ എന്നെ എന്താ പറയുക ഈ ടാബ്ലോയിലേക്കൊക്കെ എത്തിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അവനിൽ നിന്ന് ഞാൻ പഠിച്ചത്. പിന്നെ ഈ ഞാൻ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്, അല്ലാത്ത ഒരുപാട് പേര്. ഇപ്പോൾ മഹാത്മാഗാന്ധി, പിന്നെ എൻ്റെ അധിക ടാബ്ലോയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ബുദ്ധൻ്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ വായിൽ വർത്താനായി പോകുന്നത് കൊണ്ടാണ് എന്നെ സ്വാധീനിച്ച വ്യക്തിയെക്കുറിച്ച്, എന്താ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിത്രരചന എങ്ങനെയാണ് കുട്ടികളിൽ സ്വാധീനിക്കുന്നത്? ചിത്രരചന ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവില്ല. കാരണം നമുക്കറിയാം LP തലത്തിൽ എല്ലാവരും ചിത്രം വരയ്ക്കും. ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് ആരും പറയില്ല. പിന്നീട് അങ്ങോട്ട് ഒരു എന്താ പറയുക വളർച്ച എത്തുമ്പോൾ 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 5 മുതൽ അങ്ങോട്ടുള്ളതാണ് കുറച്ച് എന്താ പറയുക പിന്നോക്കം പോവുക. അത് സാധാരണ കുട്ടികൾ കാണുന്നു. കുട്ടികൾക്ക് ഏറ്റവും എന്ത് പറഞ്ഞാലും ഹൈസ്കൂളിലായാലും ഹയർ സെക്കൻഡറി എത്തിയാലും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം തന്നെയാണ് ചിത്രകല. അത് കുറച്ചു കാലം മുമ്പ് വരെ അതൊരു പാഠ്യ വിഷയമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് പരീക്ഷയുണ്ട്, പാഠപുസ്തകത വരാൻ പോകുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കൈപ്പുസ്തകം വന്നു, അതിന് സിലബസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ 91 മുതൽ അധ്യാപകനാണ്. ആ കാലം മുതൽ പിന്നെ അങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് തോന്നിയത് കോതക്ക പാട്ട് എന്നുള്ള പോലെ അങ്ങനെ നമുക്ക് തോന്നിയത് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ പിന്നീട് വന്നു. ഇനിയും അത് പാഠപുസ്തകം വരാൻ പോകുന്നു. അപ്പോൾ ഒരു കുട്ടി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കുട്ടികളെ പഠിപ്പിക്കാൻ മറ്റു വിഷയങ്ങളായാലും കലാ പഠനത്തിലൂടെ അല്ലെങ്കിൽ കലയെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. അത് വിചാരിച്ചിട്ട് കലയെ അങ്ങ് വീങ്ങിക്കാളുന്ന രീതിയിലല്ല, അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പഠനം എന്ന് പറയുന്നത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സാധനം കല തന്നെ. അത് ചിത്രകലയിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ പറയുക കുറേ കൂടി നമ്മളിപ്പോൾ കളർ ചോക്ക് അല്ലെങ്കിൽ ചോക്ക് ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിരുന്ന കാലങ്ങൾ മാറി. ഇപ്പോൾ അത് എന്താ പറയുക കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ രീതിയിലേക്ക് അതിൻ്റെ കളർ പാലറ്റുകളിലേക്ക് മാറി നിൽക്കുന്നൊരു കാലത്ത് രണ്ടിനും കുട്ടികൾക്ക് സാധിക്കും. മാനുവലായിട്ടും രണ്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആ ഒരു കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൂടി പഠിക്കേണ്ട ഒരു അവസരം, അതിനുള്ള അവസരങ്ങൾ ഒരുപാട് നമുക്കിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തരാറുണ്ട് അത്തരം കോഴ്സുകളൊക്കെ. അപ്പോൾ അത് രണ്ടും കൂടി ഇഴചേർന്ന് മുന്നോട്ട് പോയി. ഇനി പ്രതീക്ഷയാണുള്ളത് ഒരുപാട്. അപ്പോൾ ഞാനതിൻ്റെ തന്നെ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിൻ്റെ നാഷണൽ ട്രെയിനറായിട്ട് എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സുനിൽകുമാർ, ഇപ്പോൾ അവാർഡ് കിട്ടിയ സുനിൽകുമാർ തിരുവങ്ങൂർ, ഞങ്ങളായിരുന്നു കോഴിക്കോട് ജില്ലയിൽ പോയ അധ്യാപകർ ഈ ട്രെയിനിങ്ങിന് പോയ. അപ്പോൾ അത്ര ഒരുപാട് പരിശീലന പരിപാടികൾ ഗവൺമെൻറ് ഇപ്പോൾ തരുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ സർക്കാർ തലത്തിലുള്ള ട്രെയിനിങ്ങിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് ഓരോ കാലത്തും മാറി വരുന്ന സിലബസിനനുസരിച്ച് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് വ്യക്തമായി എത്തിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പരിശീലന പരിപാടികളും സർക്കാർ തരാറുണ്ട്. അപ്പോൾ അത് മറ്റ് സബ്ജക്റ്റുകളെ പോലെ തന്നെ കലാമേഖലയെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ അതിന് പിന്നെ എന്താ പറയുക പിന്നോക്കം പോയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ നല്ല പരിശീലന പരിപാടികൾ കിട്ടാറുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് കലയെ
നേരത്തെ മറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള പരിശീലനമായിരുന്നു. അത് ദേശീയ തലത്തിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ രസകരമായ ഒരുപാട് പരിശീലന പരിപാടികൾ കിട്ടിയിട്ടുണ്ട്. അത് ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു, ന്യൂഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വായത്താക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാന തലത്തിലും അതുപോലെ DRG SRG രീതിയിലുള്ള പരിശീലന പരിപാടികളുണ്ടായിരുന്നു. അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്ന്, ഈ അധ്യാപക പരിശീലനത്തിന് പോയപ്പോൾ തന്നെ, ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ പോയപ്പോൾ തന്നെ നിഷാഖ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അധ്യാപക കൂട്ടായ്മ ഉണ്ട് ദേശീയ തലത്തിലുള്ള. അപ്പോൾ അതിൽ അംഗമാകാൻ സാധിച്ചു. അപ്പോൾ അവരെല്ലാ വർഷവും പല സംസ്ഥാനങ്ങളിൽ വെച്ച് ആർട്ട് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അത് പിന്നെ ജമ്മു കാശ്മീരിൽ നിന്നുണ്ടായിരുന്നു, അതിന് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ബീഹാറിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ കൊല്ലം ഓരോ സ്റ്റേറ്റ്, ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു, ഓരോ സ്റ്റേറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ വർഷം നടക്കേണ്ടിയിരുന്നത് UP നിന്നാണ്. അത് പോകാൻ സാധിച്ചില്ല, അപ്പോൾ കോവിഡ് കാരണം അങ്ങനെ അത് മുടങ്ങിപ്പോയി. അപ്പോൾ അത് രസകരമായി, അത് ഒരുപാട് അനുഭവങ്ങൾ, അങ്ങനെ പല ആളുകൾ, പല സംസ്കാരമുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട പല പ്രകടനങ്ങൾ പലരുടെയും അങ്ങനെ മിങ്കിൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ സ്വായത്താക്കാൻ സാധ്യമായിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമായി കണക്കാക്കും. ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഇത് എൻ്റെ ഭാര്യ ഫിറോസ, കാലിക്കറ്റ് ഗേൾസിലെ മാത്സ് ടീച്ചറാണ്. ചിത്രം വരയ്ക്കും അത്യാവശ്യം. എൻ്റെ മക്കളും അങ്ങനെ തന്നെ. ഇത് ഈസ, ഹാറൂൺ അൽ ഈസ, അത് ഹാറൂൺ അൽ ഹാദി. രണ്ടുപേരും എൻജിനീയറിങ് കഴിഞ്ഞാൽ ഒരാൾ മെക്കാനിക്കൽ, മറ്റാൾ EC. അങ്ങനെ ഇപ്പോൾ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് കിട്ടാറില്ല, വളരെ അപൂർവമായിട്ട് കിട്ടിയ ഒരു അവസരമാണ്. ചിലപ്പോൾ ഒന്നിച്ച് കുറേ കാലമായി ഒന്നിച്ച് നിൽക്കും. അപ്പോൾ ഒരുപാട് കലാപ്രവർത്തനം രണ്ടാളും വരയ്ക്കും അത്യാവശ്യം. അങ്ങനെ രണ്ടാളും അങ്ങനെയാണ് വരയ്ക്കലും, എന്താ പറയുക, അവരുടേതായ രീതിയിലുള്ള മെക്കാനിക്കലും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഇപ്പോൾ സാധാരണ ക്ലാസ്സുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇപ്പോൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരു എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പം കുട്ടികൾക്ക് വാട്സപ്പ് ക്ലാസ്സുകളൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേപോലെ തന്നെ വാട്സപ്പിൽ വരാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. പലതരത്തിലുള്ള കുട്ടികളുണ്ട്. എന്നാൽ ഇപ്പം അവർ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായ അറ്റൻഡൻസ് ആയിട്ട്, ആദ്യം അവർക്ക് ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ പുരോഗമിച്ച് തന്നെ പോകുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പ്രകാരം തന്നെ പാഠങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ട്. പല കുട്ടികളും പല വ്യത്യസ്ത രീതിയിലുള്ളത് എല്ലാവരും ഒരേപോലെ കാണാൻ കഴിയുന്നില്ല. ഒരേപോലെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരേപോലത്തെ ശ്രദ്ധ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും കുട്ടികൾക്ക് അത് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളത് ചെറിയൊരു സംശയത്തിലാണ്. എന്ത് തന്നെയായാലും ഇതല്ലാതെ വേറെ വഴികളൊന്നും ഇല്ലല്ലോ. ഈ വർഷം ഈ 2020 ഇതേ രീതിയിൽ തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് TV-യിൽ എല്ലാ പാഠങ്ങളും 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠങ്ങളും അവർക്ക് എത്തിക്കുന്നുണ്ട്. കുട്ടികളിൽ അത് എത്തുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓരോ കുട്ടിക്കും ഒറ്റ കുട്ടിയെ പോലും ഒഴിവാക്കാതെ അത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ല ഒരു ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല പല സംഘടനകളും സ്കൂൾ വകയായിട്ടും അല്ലാതെ പിന്നെ സോഷ്യൽ പാർട്ടീസ് അല്ലെങ്കിൽ പല സാമൂഹിക സംഘടനകൾ ഇവരൊക്കെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് TV അതുപോലെ സ്മാർട്ട് ഫോണുകൾ എത്തിച്ചു കൊടുക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും കുറച്ച് വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് പ്രാപ്തമാകാനുള്ള വഴി ഉണ്ടാകും.
പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്. കാരണം അവരുടെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ചിലപ്പം 2-3 കുട്ടികൾ ഉണ്ടെങ്കിൽ പല സമയത്തായിരിക്കും ഓരോരുത്തർ ക്ലാസ് വരുന്നത്. അത് മാത്രമല്ല പാരൻസ് ഈ കുട്ടികളെ സമയത്തിന് വന്നിരുത്തി, അപ്പം അവർക്ക് വലിയൊരു റോളുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ. അപ്പം അവരോട് പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പം ഈ ഒരു വർഷം അവര് കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. കാരണം സാധാരണയായി കുട്ടികൾ 10 മുതൽ 4 മണി വരെ ഞങ്ങളുടെ കയ്യിലാണ് ഉണ്ടാവുക, ടീച്ചേഴ്സിന്റെ കയ്യിലാണ് ഉണ്ടാവുക. ഇപ്പോൾ അങ്ങനെയല്ല ആ സ്ഥിതി. അത്രയും നേരം കുട്ടികൾ വീട്ടിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരുടെ ഭാഗത്ത് നിന്ന് അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. സർ, ഒരുപാട് സന്തോഷം സർ. വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം ചിലവാക്കിയതിൽ വളരെ താങ്ക്സ്. അതേപോലെ തന്നെ ഞങ്ങളടുത്ത് എന്താ പറയുക, ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞങ്ങളെ കാണാനും വിശേഷങ്ങൾ അറിയാനും വന്നതിൽ V3 ക്രിയേറ്റീവ് മീഡിയക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ എല്ലാവിധ ആശംസകളും. ഉസ്മാൻ സാറും കുടുംബവുമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.